DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മാസം 1600 രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജൂൺ മാസത്തിലെ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 5 മാസം കുടിശ്ശികയായിരിക്കുകയാണ്. ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് 2023 ഡിസംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനാണ്. 2024 ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള 5 മാസത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ ഇനിയും നൽകുവാനുള്ളത്. 60 ലക്ഷത്തോളം വരുന്ന അതീവ സാധാരണക്കാരായ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ആശ്വാസകരമായിരുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകുന്നതിൽ വീഴ്ച വന്നത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി നേരിടുന്നതിന് പ്രധാന കാരണമായെന്ന് LDF സർക്കാരും മുന്നണിയും ഇപ്പോൾ വിലയിരുത്തിയിരിക്കുകയാണ്. 20 സീറ്റിൽ കേവലം 1 സീറ്റ് മാത്രമാണ് ഭരണ മുന്നണിക്ക് ലഭിച്ചത്. ഇതേ തുടർന്ന് കുടിശ്ശികയായി കിടക്കുന്ന ക്ഷേമ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർക്കാരിന്റെ 3-ാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള പരിപാടിയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമുണ്ടായത്. ക്ഷേമ പെൻഷന്റെ 5 മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുവദിക്കുന്നില്ലെങ്കിലും പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ കുറച്ചു മാസമായി വിതരണം ചെയ്യുന്നത് പോലെ എല്ലാ മാസവും 1600 രൂപ വീതമെങ്കിലും പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതിനുള്ള പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതുമൂലമാണ് ഇത്തരത്തിൽ പെൻഷൻ കുടിശ്ശിക ആയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി മുതൽ അതാത് മാസങ്ങളിൽ കൃത്യമായി വിതരണം ചെയ്യുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം കുടിശ്ശിക പെൻഷൻ ഇടയ്ക്കിടെ തന്നു തീർക്കുമെന്നും, അതായത് വിശേഷ ദിവസങ്ങൾ വരുന്ന മാസങ്ങളിലായോ അല്ലെങ്കിൽ സർക്കാരിന് കൂടുതൽ ഫണ്ട് വരുന്ന മാസങ്ങളിലോ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി 3200 വീതം വിതരണം നടത്തി കുടിശ്ശിക പെൻഷൻ തന്നു തീർക്കുമെന്നാണ് അറിയിപ്പ്. സർക്കാരിന്റെ പക്കലുള്ള ഫണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗഡുക്കളുടെ ഒരുമിച്ചുള്ള വിതരണം. മുഖ്യമന്ത്രിയുടെ ഈ അറിയിപ്പോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. ഈ ജൂൺ മാസം മുതൽ ഏറ്റവും കുറഞ്ഞത് 1 മാസത്തെ തുകയായ 1600 രൂപയുടെ വിതരണം ഓരോ മാസവും നടത്തുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. അതിനാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ മിനിമം 1600 രൂപയെങ്കിലും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എത്തിച്ചേരും. ഓണം, വിഷു, ക്രിസ്മസ്, ഉപതെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് ഇലക്ഷൻ തുടങ്ങിയവയ്ക്കൊക്കെ മുന്നോടിയായി 2 മാസത്തെ പെൻഷൻ നൽകി നിലവിലെ 5 മാസ പെൻഷൻ കുടിശ്ശിക തീർക്കാനും നടപടിയുണ്ടാകും. ഡിസംബർ മാസം വരെ 18,000 കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്രാനുമതി കിട്ടിയതിനെ തുടർന്ന് 3500 കോടി കഴിഞ്ഞ മാസം ഒടുവിൽ കടമെടുത്തപ്പോഴാണ് അതിൽ നിന്നും 800 കോടിക്ക് ഇപ്പോൾ നടക്കുന്ന പെൻഷൻ വിതരണം തുടങ്ങിയത്. അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ഏതാണ്ട് പൂർത്തിയായി. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ജൂൺ മാസത്തിലും റിസർവ് ബാങ്ക് വഴി സംസ്ഥാന സർക്കാർ കടമെടുക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. അതിൽ നിന്നും ഒരു വിഹിതം എടുത്തിട്ടായിരിക്കും ജൂൺ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുക. 1 മാസത്തെ തുകയായ 1600 രൂപ തന്നെയായിരിക്കും ജൂണിലും വിതരണം ഉണ്ടാവുക. ജൂൺ 20 ശേഷം കടമെടുപ്പ് നടപടികൾ തുടങ്ങി ജൂൺ 30 കൂടിയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക. വിതരണ തീയതികൾ 25-നോടനുബന്ധിച്ച് പ്രഖ്യാപിക്കും. ഇതോടൊപ്പം പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തുന്നതോടെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ 200 രൂപ, 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതത്തിന്റെ വിതരണ നടപടികളും പെട്ടെന്ന് ആരംഭിച്ചേക്കും. ഇലക്ഷൻ പ്രമാണിച്ച് 3 ഗഡു പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാന സർക്കാർ പിന്നീട് തിരികെ കിട്ടുന്ന രീതിയിൽ അനുവദിച്ചിരുന്നു. ഇലക്ഷന് ശേഷം ഇപ്പോൾ നടക്കുന്ന വിതരണത്തിൽ അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല. അതിനാൽ കേന്ദ്ര സർക്കാർ വിഹിതം അനുവദിക്കുമ്പോൾ മാത്രമേ അക്കൗണ്ടിൽ എത്തുകയുള്ളൂ. ഇതും ഉടനെ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.